ഹായ്. അപ്പം ഇന്ന് രാവിലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ വാക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കാണാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, കുറച്ച് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ? ഓക്കെ, എന്നാവാ. വെയിൽ വരുന്നുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് വെയിലും ഉണ്ട്, ഒരു തലക്കുന്ന് മഴ പെയ്യാൻ നിൽക്കുന്ന പോലെയുണ്ട്. നമ്മളെ കോർട്ട്യാർഡിലാണ് കേട്ടോ അത്. ചെടികൾക്കൊക്കെ കുഴപ്പമില്ല തോന്നുന്നുണ്ട്. വളർന്ന് വരുന്നുണ്ട് കേട്ടോ, പുതിയ ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. ചെടിക്ക് പുതിയൊരു തൈ കൂടി വന്നിട്ടുണ്ട്. കേട്ടോ, ഇത് നമുക്ക് ഇന്ന് വാക്കിങ്ങിന് പോയപ്പോൾ കിട്ടിയ മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ മധുരം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഷുഗർ ചേർക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് നോക്കാം. അത് പൾപ്പായിട്ട് എടുക്കണം. പിന്നെ കണ്ടോ, കോൺഫ്ലവർ മാവാണ് കേട്ടോ. അതുപോലെ ഷുഗർ നമ്മളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഗീ. അപ്പം നമ്മളൊന്ന് നോക്കാമല്ലേ, ചെയ്തെടുക്കാം. ഒരു കടായി വെച്ചിട്ടുണ്ട് കേട്ടോ, നോൺ സ്റ്റിക്ക് കടായിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാംഗോ കുറച്ചെടുത്തിട്ട് അതിന് എത്രത്തോളം പൾപ്പ് കിട്ടും നോക്കാം. അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് കുറച്ച് ഇതിക്ക് കുറച്ച് പിന്നെ ഏലക്ക പൗഡർ ഒരു നുള്ളു വേണം, അതുപോലെ ഒരു നുള്ളു ഉപ്പും കുറച്ച് വെള്ളവും, ഇത്രയും മതി കേട്ടോ. ആഡ് ചെയ്തിരിക്കണം കേട്ടോ. അതിൽ ചെയ്തപ്പോൾ കാണിക്കാൻ മറന്നുപോയി. ഒരു കപ്പ് ഷുഗർ ഞാൻ എടുത്ത് വെച്ചിരുന്നല്ലോ, അത് ഇതിലിട്ടു. കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യട്ടെ. അപ്പോൾ നെയ്യും ആഡ് ചെയ്തിരിക്കണം കേട്ടോ. കേട്ടോ, കോൺഫ്ലവർ മാവിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ. വല്ലാതെ ഇതില്ലാതെ കുറച്ച് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇത് ചെയ്തെടുക്കാം. വേറെ ഒരു അരക്കപ്പം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഹലുവല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണമല്ലോ. ഞാൻ നോക്കുമ്പോൾ ഒരു നുള്ളി പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇടയ്ക്ക് ഒരു 2-3-4 സ്പൂണ്, ഒരു സ്പൂണ് ഞാൻ ചേർത്തു നെയ്യ്. ഒരു 3 സ്പൂണും കൂടെ ചേർക്കേണ്ടി വരും. ഓരോ തവണകളായിട്ട് നമുക്കങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പരീക്ഷണമാണ് കേട്ടോ. അതിൽ 2ാമത്തെ സ്പൂണ് നെയ്യും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഒന്നും കൂടെ ഇതായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഏലക്ക പൗഡറും ചേർക്കണം. പിന്നെ നട്ട്സ് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നട്ട്സ് പറഞ്ഞാൽ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ ആണ് കേട്ടോ. നോക്കാം. ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്, എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നും അല്ല അത് കേട്ടോ.
അപ്പോൾ ഒന്ന് മാങ്ങ കിട്ടിയപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ വലിയൊരു മധുരമൊന്നും ഇല്ലാത്തൊരു മാങ്ങയായിരുന്നു. അപ്പോൾ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വെള്ളം കുറച്ച് കുടിച്ചിട്ടുണ്ട് മാങ്ങ, വലിയൊരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിച്ചതാണ്. അപ്പോഴാണ് ഈ ഒരു റെസിപ്പി കണ്ടത്. അപ്പോൾ നമുക്കും ഒന്ന് ഇത് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്കും ഇങ്ങനെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാമല്ലോ. ഒരു 3 ഏലക്ക ഞാൻ ഷുഗറിൽ 2 ടീസ്പൂണ് ഷുഗറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാട്ടോ, പൊടിയാൻ വേണ്ടിയിട്ട് ഏലക്ക അങ്ങനെ ചേർത്ത് കൊടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഷുഗറിലിട്ടിട്ട് പൊടിച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 3ാമത്തെ സ്പൂണ് ഗീ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നട്ട്സും കൂടി ചേർക്കാം. അതൊന്ന് അങ്ങനെ 1 സ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 സ്പൂണായിട്ടപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് നെയ്യൊക്കെ ഒന്ന് പുറത്ത് വരുന്നവരെ ഒന്ന് പൊടിഞ്ഞ് വരുന്നവരെ ഏകദേശം ഇതിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. അത് പൊട്ടി തെറിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുളുക്ക് ഏറ്റവും കുറഞ്ഞ തീര വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഒന്നും കൂടി ആകാണ്ട്. എന്നിട്ട് ഞാൻ എണ്ണ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാത്രങ്ങളൊക്കെ റെഡിയാക്കി ഫസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം പറ്റുമെന്നറിയില്ല, ഇതിൽ കൊള്ളുമെന്ന് അറിയില്ല. അതിൽ ബാക്കിയുള്ളതിന് ചെറിയൊരു പ്ലേറ്റിക്കും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഹലുവ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഹലുവ പരുവായിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ മാവല്ലേ, മറ്റേ മൈദ കൊണ്ടല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഹെൽത്തിയാണ്. പക്ഷേ ഷുഗറുണ്ട്. ആ ഒരു കുഴപ്പം, ഷുഗറിൻ്റെ പ്രശ്നങ്ങൾക്കൊന്നും ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾക്കിത് നിർത്താം. പാത്രത്തിലേക്ക് ഇത് ചെയ്യാം കേട്ടോ. ഹൽവ ഓക്കെ ആയിട്ടോ. ഇനി ഇതൊന്ന് തണുത്തിട്ട് വേണം, റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ തണുക്കട്ടെ കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. അതിൻ്റെ സൗണ്ട് കൊണ്ട് ഇതിൻ്റെ സൗണ്ട് അത്ര ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. മഴ പെയ്തു അപ്പോഴേക്ക്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ ഇത്. തണുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കണ്ടോ, കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ. മഴ അടിപൊളി മഴയാണ്, നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ഇങ്ങനെ മൂടി വന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഒന്നും ഇന്നലത്തെ പോലെ തന്നെ മഴ ഉണ്ടാവില്ലായിരിക്കുന്നു. പക്ഷേ നല്ല മഴ പെയ്തിരിക്കുന്നു. കണ്ടോ, നല്ല മഴയാണ്. ഹൽവ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ഓറഞ്ച് യെല്ലോ കളറാണ് കേട്ടോ. അത് പ്യുവർ യെല്ലോയും അല്ല, എന്നാൽ ഓറഞ്ചും അല്ല, അങ്ങനത്തെ ഒരു കളറൊന്നും ചേർത്തിട്ടില്ല. മാംഗോൻ്റെ കളറാണ് കേട്ടോ അത്. നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഡാൻസാടുന്ന ഹൽവ, നല്ല ഹൽവയാണ്. നല്ല സോഫ്റ്റായിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്നത് ടൈപ്പാണ്. മഴയൊക്കെ പോയിട്ടോ. നമ്മളെ ഹൽവയും റെഡിയായി. ഇനി ചോറൊക്കെ തിന്നിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മാങ്ങൻ്റെ സീസണല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇവിടെ നമ്മളെ ഹൽവ ഇതാണ് റെഡി ആയിട്ടാ. ഒക്കെ കട്ട് ചെയ്ത് ഞാൻ പ്ലേറ്റിലാക്കി. പുഡിങ്, ഇതിൻ്റെ പുഡിങ് പോലെ നിൽക്കണ്ടല്ലേ, പക്ഷെ ഹൽവയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഹൽവയാണ് കേട്ടോ. വായിലിട്ട് അലിഞ്ഞ് പോകുന്ന ഹൽവ. അപ്പോൾ
ഇത്രയേ ഉള്ളൂ. ഇത് ആദ്യത്തിനുള്ള പ്രോട്ടീൻ പൗഡറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. പൊടിക്കാൻ വേണ്ടിയിട്ട് വറുക്കുകയാണ്. പംകിൻ സീഡ്, പിസ്ത, കാഷ്യൂ, പിന്നെ ലോട്ടസ് സീഡ്, സൺഫ്ലവർ സീഡ്, ചിയ സീഡ്, ഫ്ലക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, അങ്ങനെ എല്ലാ സീഡും ഉണ്ട് കേട്ടോ ഇതൊരു ഇതായിട്ട് വറുക്കുകയാണ്. വറുത്തിട്ട് ഓന് ജിമ്മ് പോകലുണ്ട്. അപ്പോൾ ഓന് പ്രോട്ടീൻ പൗഡർ വേണമെന്ന് പറഞ്ഞു കണ്ട് ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡറായിട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ ബദാമും വാൾനട്ടും, അതുപോലെ തന്നെ ഇതാ പീനട്ട്, പിന്നെ റോൾഡ് ഓട്സും ഫുൾ ഓട്സ് ഉണ്ടല്ലേ. ഇത്രയാണ് കേട്ടോ സാധനങ്ങൾ. ഇതൊക്കെ വറുത്തിട്ട് കൊക്കോ പൗഡർ മിക്സ് ചെയ്യണം. ഇതാ ആദ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒക്കെ വറുത്ത് പൊടിച്ചു കേട്ടോ. കുറച്ച് കൊക്കോ പൗഡറും കൂടി മിക്സ് ചെയ്തു. അപ്പോൾ ഇനി ഇത് ഓരോ ചെറിയൊരു കപ്പുണ്ട്, അതിനൊരു കപ്പ് എടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്തിട്ടാട്ടോ കഴിക്കൽ. അപ്പോൾ ഹോം മെയ്ഡ് പ്രോട്ടീൻ പൗഡർ റെഡി ആയിട്ടോ. ഇത് കണ്ടോ, ഇതിനൊരു ബോട്ടിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഈ ഒരു കപ്പിന് ചെറിയൊരു കുഞ്ഞ് കപ്പാണ് കേട്ടോ. ഇതിനൊരു കപ്പാണ് കേട്ടോ. കറക്റ്റ് ഒരു കപ്പ് എടുത്തിട്ടാണ് കഴിക്കുക. പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കും.